ദശകങ്ങളോളം CPM-ന്റെ ശക്തിയിലൂടെയും പാർട്ടി പ്രവർത്തകരുടെ അധ്വാനത്തിലൂടെയും രാഷ്ട്രീയ ഉയരങ്ങൾ കൈവരിച്ച ജി സുധാകരൻ ഇപ്പോൾ അതേ പാർട്ടിക്കെതിരായ നിലപാടുകൾ കൊണ്ടാണ് വാർത്തകളിൽ നിറയുന്നത്. പാർട്ടി പലവട്ടം അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അംഗത്വം പോലും പുതുക്കാൻ തയ്യാറാകാത്ത ഈ സമീപനം ആശയപരമായ പോരാട്ടമായി ഒരിക്കലും വിലയിരുത്താനാവില്ല. അതിലും ശ്രദ്ധേയമായത് ഇത്തരം സാഹചര്യത്തെ രാഷ്ട്രീയ ലാഭത്തിനായി കോൺഗ്രസ് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ്. വർഷങ്ങളോളം ഇടതുപക്ഷത്തെ കടുത്ത രീതിയിൽ വിമർശിച്ചിരുന്ന അതേ കോൺഗ്രസിന് ഇപ്പോൾ തിരിച്ചടിക്കാനുള്ള ആയുധമായി സുധാകരനെ വേണം. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ മുഖമായിരുന്ന നേതാവ് കോൺഗ്രസിന്റെ പാവകളിയിൽ ഒരു ഉപകരണമാകാൻ തയ്യാറാകുകയാണോ എന്നാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത്. ഇതിനിടെ വ്യക്തിപരമായ പ്രശ്നങ്ങളെക്കാൾ പാർട്ടി ശാസനയും കൂട്ടായ രാഷ്ട്രീയവും മുൻനിർത്തുന്ന നിലപാടാണ് CPM നേതൃത്വം തുടരുന്നത്. അതുകൊണ്ട് തന്നെ സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവസാനിപ്പിച്ച് പാർട്ടി സ്വന്തം രാഷ്ട്രീയ ദിശയിൽ മുന്നോട്ടു പോകാൻ തയ്യാറെടുക്കുകയാണ്. CPM-യുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്ന് പാർട്ടി അംഗത്വം ഉപേക്ഷിച്ച മുതിർന്ന നേതാവ് ജി സുധാകരനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പാർട്ടി അവസാനിപ്പിച്ചതിന് തുല്യമായ സൂചനകളാണ് പുറത്തു വരുന്നത്. ഇതോടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹത്തെ പൊതു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസും ശക്തമാക്കുകയാണ്. ഇതിനായി കോൺഗ്രസ് നേതാക്കൾ സുധാകരനുമായി ചർച്ച നടത്തുകയാണെന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിലുണ്ട്. സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കാൻ തയ്യാറാണെങ്കിൽ UDF പിന്തുണ നൽകാമെന്ന ഉറപ്പും കോൺഗ്രസ് നേതൃത്വം നൽകിയതായി സൂചനയുണ്ട്. എന്നാൽ സുധാകരൻ ആദ്യം സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണം. തുടർന്ന് UDF ഔദ്യോഗിക പിന്തുണ പ്രഖ്യാപിക്കുമെന്ന രീതിയിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. അതേസമയം സുധാകരന്റെ തീരുമാനം വ്യക്തമാകുന്നത് വരെ അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കില്ലെന്ന നിലപാടിലാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം. മണ്ഡലത്തിൽ സാധ്യതാ സ്ഥാനാർത്ഥികളെ പരിഗണിച്ചിരുന്ന ചില നേതാക്കളോട് മറ്റു മണ്ഡലങ്ങളിൽ മത്സരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് നേതൃത്വം മുൻപ് തന്നെ ചോദിച്ചറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറുവശത്ത് സുധാകരനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് CPM നേതൃത്വം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് സംസാരിച്ചിട്ടും ജി സുധാകരൻ നിലപാട് മാറ്റാത്തതോടെയാണ് പാർട്ടി ഈ തീരുമാനത്തിലെത്തിയത്. ജില്ലാ സെക്രട്ടറി R നാസറും അദ്ദേഹവുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം G ഹരിശങ്കറും സുധാകരന്റെ വീട്ടിലെത്തി ഏകദേശം 1 മണിക്കൂറോളം ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല. അംഗത്വം പുതുക്കില്ലെന്ന് വ്യക്തമാക്കിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞതിലപ്പുറം ഒന്നും പറയാനില്ലെന്നായിരുന്നു സുധാകരന്റെ പ്രതികരണം. ഇതോടെ പാർട്ടി തലത്തിൽ തുടർ ചർച്ചകൾ അവസാനിപ്പിച്ചതായാണ് വിവരം. അതേസമയം വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിൽ പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബി അദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നാണ് പാർട്ടിയിലെ മുതിർന്ന നേതാവിന്റെ പ്രതികരണം.